ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പൊ നടക്കുന്ന മിക്ക PSC പരീക്ഷകൾക്കും മറ്റ് സംസ്ഥാനങ്ങളുടെ PSCയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. മധ്യപ്രദേശിന്റെ ക്വസ്റ്റ്യൻസ് ഒരു 10 എണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ കോമൺ ആയിട്ട് നോക്കുവാണെങ്കിൽ അതിനകത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിനകത്ത് പലതും ചിലപ്പോൾ ഈ വർഷം 2013 നടന്നിട്ടുള്ളതാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അവരുടെ കറണ്ട് അഫയേഴ്സ്, ആ സംസ്ഥാനത്തിന്റെ കറണ്ട് അഫയേഴ്സ് ചോദിക്കാറുണ്ട്. പിന്നെ സ്പെഷ്യലായിട്ട് നടക്കുന്ന എഡ്യൂക്കേഷന്റെ ആ ഒരു രീതിയിലുള്ള PSC എക്സാംസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ചോദിക്കാറുണ്ട്. നമുക്ക് അതൊന്നും വേണ്ട, നമുക്ക് ചോദിക്കുന്നത് മാത്രം, അതായത് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇതുവരെ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയിട്ട് 50 ഹോട്ട് ടോപ്പിക്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള SCERT NCERT സ്റ്റാൻഡേർഡ് ബുക്സ് കവർ ചെയ്തിട്ടുള്ളതാണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. പ്രിലിംസിന് വേണ്ടിയിട്ട് മെയിൻസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. കാരണം മെയിൻസിന് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാം സെയിം ആണല്ലോ. അതേ ടോപ്പിക്സ് തന്നെ നിങ്ങൾക്ക് മെയിൻസിനും ഉപയോഗിക്കാവുന്നതാണ്. സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം നമുക്ക് മെയിൻസിന് ഒഴിവാക്കാം. ബാക്കിയെല്ലാം ഒരു 45+ ടോപ്പിക്സ് നമുക്ക് മെയിൻസിനും യൂസ് ചെയ്യാവുന്നതാണ്. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് എത്രയും പെട്ടെന്ന് മെസ്സേജ് അയക്കുക. 499 രൂപയാണ് ഫീസ്. ഇതിനകത്ത് നമ്മുടെ ടോപ്പിക്സ് തീർന്നതിന് ശേഷം ഏപ്രിൽ മാസം നമ്മൾ മോക്ക് ടെസ്റ്റുകൾ മാത്രമായിരിക്കും കൊടുക്കുന്നത്. പിന്നെ ഈ അതർ സ്റ്റേറ്റ് PSC എക്സാംസിന്റെ ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ PDF ഞാൻ ഫോൾഡേഴ്സിലായിരിക്കും അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആ കുട്ടികൾക്ക് ഫോൾഡേഴ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, what was the name of the sculpture stolen from the Khajuraho temple which was handed over by the Prime Minister of Canada to the Indian Prime Minister Narendra Modi? അതായത് ഇപ്പം തൊട്ടടുത്ത ഒരു 10 വർഷം മുൻപേ ആയിട്ട് നമ്മുടെ ഖജുറാഹോ ടെമ്പിളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ട ഒരു സ്കൾപ്ചർ നമ്മുടെ കാനഡയിലെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അന്നത്തെ സമയത്ത്, അതായത് 2017 ആ ഒരു സമയത്ത് നരേന്ദ്രമോദിക്ക് കൈമാറിയത് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ആ സ്കൾപ്ചറിന്റെ പേരെന്താണെന്നാണ് ചോദ്യം. ഗോൾഡൻ പാരറ്റ്, സിംഗിങ് പാരറ്റ്, ടോക്കറ്റീവ് പാരറ്റ് ആൻഡ് പാരറ്റ് ലേഡി. ആൻസർ ഓപ്ഷൻ D ആണ്. പാരറ്റ് ലേഡി എന്ന് പറയുന്ന സ്കൾപ്ചർ ആണ് ഖജുറാഹോ ടെമ്പിളിൽ നിന്നും മോഷ്ടിക്കപ്പെട്ടതും. എന്നാൽ കാനഡയിലെ പ്രൈം മിനിസ്റ്റർ നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിക്ക് തിരിച്ചു കൈമാറുകയും നിലവിൽ അത് ഖജുറാഹോ ടെമ്പിളില് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് പാരറ്റ് ലേഡി. എന്താണ് പാരറ്റ് ലേഡി? ക്വസ്റ്റ്യൻ നമ്പർ 2, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ബുക്ക് ഈസ് നോട്ട് റിട്ടൺ ബൈ കാളിദാസ? ഇത് നമ്മുടെ PSCയും ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മധ്യപ്രദേശ് PSCയും ചോദിച്ചു, നമ്മുടെ PSC ചോദിച്ചിട്ടുണ്ട് ഇത്. ഈ താഴെ തന്നിരിക്കുന്നതിനകത്ത് കാളിദാസന്റെ ബുക്ക് അല്ലാത്തത് മേഘദൂതം, കുമാരസംഭവം, ഉത്തരാരാമചരിതം, ഋതുസംഹാരം. അപ്പം ഇതിനകത്ത് ആൻസർ ഉത്തരാരാമചരിതമാണ്. ഇത് എഴുതിയിരിക്കുന്നത് ഭാവഭൂതിയാണ്. ആരല്ല, ഇതൊരു സാൻസ്ക്രിറ്റ് പ്ലേ തന്നെയാണ്. മേഘദൂതം അതുപോലെ കുമാരസംഭവം നമുക്കറിയാം. ഋതുസംഹാരം ഇതെല്ലാം തന്നെ ആരുടെയാണ്? നമ്മുടെ കാളിദാസന്റെയാണ്. ഈ ഒരു ആൻസർ മാത്രമാണ് ആരുടെയാണ്? ഭാവഭൂതി. ഇത് PSC ചോദിച്ചിട്ടുണ്ട് ഒരു വർഷം. അടുത്തത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എ ക്ലോസ്ഡ് എക്കണോമി ഈസ് ആൻ എക്കണോമി ഇൻ വിച്ച്? നമ്മൾ പഠിച്ചതാണ് അല്ലെ, കോഴ്സിനകത്തും പഠിച്ചതാണ്, അല്ലാതെയും പഠിക്കുന്നതാണ്. ഒരു ക്ലോസ്ഡ് എക്കണോമി ഉണ്ട്, ഓപ്പൺ എക്കണോമി ഉണ്ട്, മിക്സഡ്, അങ്ങനെ പല ടൈപ്പിലുള്ള എക്കണോമി ഉണ്ട്. അപ്പൊ ക്ലോസ്ഡ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ് ചോദ്യം. എ മണി സപ്ലൈ കൺട്രോൾ, എ ഡെഫിസിറ്റ് ഫിനാൻസിംഗ് ടേക്ക് പ്ലേസ്, ഓൺലി എക്സ്പോർട്ട് ടേക്ക് പ്ലേസ്, നൈദർ എക്സ്പോർട്ട് നോർ ഇമ്പോർട്ട് ടേക്ക് പ്ലേസ്. ഏതാണ് ആൻസർ? എല്ലാവർക്കും അറിയാവുന്നതാണ്. ക്ലോസ്ഡ് എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അടയ്ക്കപ്പെട്ട സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു സാമ്പത്തിക സ്ഥിതി എന്നുള്ളതാണ്. നെയ്തർ എക്സ്പോർട്ട് നോർ ഇമ്പോർട്ട് ടേക്ക് പ്ലേസ് അല്ലെ, അവിടേക്ക് ഇറക്കുമതിയോ കയറ്റുമതിയോ ഉണ്ടാവുകയില്ല. അതിനെയാണ് നമ്മൾ ക്ലോസ്ഡ് എക്കണോമി എന്ന് വിളിക്കുന്നത് അല്ലെ. എന്താണ്? ക്ലോസ്ഡ് എക്കണോമി ഈസ് ആൻ എക്കണോമിക് സിസ്റ്റം ദാറ്റ് ഡസ് നോട്ട് എൻഗേജ് ഇൻ ഇന്റർനാഷണൽ ട്രേഡ്. ഒരിക്കലും ഇന്റർനാഷണൽ ട്രേഡിൽ പങ്കെടുക്കാത്തതും, അതായത് കംപ്ലീറ്റ് സെൽഫ് സഫിഷ്യൻസി. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. ഒരിക്കലും നമ്മുടെ സാധനങ്ങൾ പുറത്തേക്കോ അവിടെ നിന്നും ഇങ്ങോട്ട് ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യുന്നില്ല. ദർ ഇസ് നോ എക്സ്പോർട്ട് ടു അതർ നേഷൻ, ദർ ഇസ് നോ ഇമ്പോർട്ട് ഫ്രം അതർ നേഷൻ അല്ലെ. ദ എക്കണോമി ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഫ്ലോ സച്ച് ആസ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഓർ ബോറോയിങ്. നമ്മൾ കടവും വാങ്ങിക്കത്തില്ല, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഇങ്ങോട്ട് എടുക്കത്തുമില്ല. അതാണ് ക്ലോസ്ഡ് എക്കണോമി. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അടുത്ത ചോദ്യം ഈസി ചോദ്യമാണ്. ഇതും നമ്മുടെ PSC ചോദിക്കാറുണ്ട്. 12th ഇയർ 5 പ്ലാൻ, അതായത് നമ്മുടെ പഞ്ചവത്സര പദ്ധതി 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടമാണ് ചോദിച്ചിരിക്കുന്നത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെ ആയിരുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്യങ്ങളും PSC സ്ഥിരമായിട്ട് 12ഉം 11ഉം 9ഉം ഒക്കെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പഠിച്ചിട്ട് പോവുക.
5 താഴെ കുറച്ച് പെയേഴ്സ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത് 3 ഒരെണ്ണം തെറ്റാണ്. ആൻസർ ഏതാണെന്നാണ് നോക്കേണ്ടത്. ഫസ്റ്റ് വേൾഡ് ക്ലൈമറ്റ് കോൺഫറൻസ് 1979 ജനീവയിൽ വെച്ചിട്ട്, അത് ശരിയാണ്. ഫസ്റ്റ് എർത്ത് സബ്മിറ്റ് അജണ്ട 21, എർത്ത് സബ്മിറ്റ് +5 1997, കാർബൺ ട്രേഡിംഗ് മോൺട്രിയൽ പ്രോട്ടോകോൾ. ഇതിനകത്ത് തെറ്റായിട്ടുള്ളത് ഈ കാർബൺ ട്രേഡിംഗ് മോൺട്രിയൽ പ്രോട്ടോകോൾ ആണ്. കാരണം എന്താണ്? ഈ കാർബൺ ട്രേഡിംഗ് മോൺട്രിയൽ പ്രോട്ടോകോൾ ഇൻകറക്റ്റ് ആവാൻ കാരണം കാർബൺ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ശരിക്കും ക്ലൈമറ്റ് ചേഞ്ച് മിറ്റിഗേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ കാർബൺ ട്രേഡിംഗ് ക്യോട്ടോ പ്രോട്ടോകോൾ 1997 ക്യോട്ടോ പ്രോട്ടോകോളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. മോൺട്രിയൽ അല്ല. മോൺട്രിയൽ എന്താണ്? അതൊരു ഇന്റർനാഷണൽ ട്രീറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് മോൺട്രിയൽ പ്രോട്ടോകോൾ കൊണ്ടുവന്നിട്ടുള്ളത്? ഓസോൺ ലെയറിന്റെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടാണ്, അല്ലെങ്കിൽ അതായത് ഓസോൺ ഡിപ്ലീറ്റിംഗ് സബ്സ്റ്റൻസസ് ODS ആയിട്ടുള്ള, അതുപോലെ നമ്മുടെ ക്ലോറോഫ്ലോറോ CFCs ഒക്കെ ഇല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ മോൺട്രിയൽ പ്രോട്ടോകോൾ. 1987 ഏത് മോൺട്രിയൽ പ്രോട്ടോകോള്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന മോൺട്രിയൽ പ്രോട്ടോകോള് കാർബൺ ട്രേഡിംഗ് എന്നാണ്. പക്ഷെ കാർബൺ ട്രേഡിംഗ് എവിടെയാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? ക്യോട്ടോ പ്രോട്ടോകോളിലാണ്. ഓക്കെ ആണല്ലോ. അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് വിത്ത് റിഗാർഡിംഗ് ടു ദ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്? IMF കേട്ടിട്ടില്ലേ? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലോൺ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇറ്റ് ക്യാൻ ഗ്രാൻഡ് ലോൺ ടു എനി കൺട്രി. ആർക്ക് വേണമെങ്കിലും IMF ഫണ്ട് കൊടുക്കും, ലോൺ കൊടുക്കും. ഇറ്റ് ക്യാൻ ഗ്രാൻഡ് ഓൺലി ടു ഡെവലപ്ഡ് കൺട്രീസ്. ഡെവലപ്ഡ് കൺട്രീസിന് മാത്രമാണ് IMF ലോൺ കൊടുക്കുന്നത്. ഇറ്റ് ഗ്രാൻഡ് ലോൺ ടു മെമ്പേഴ്സ് കൺട്രി ഓൺലി. മെമ്പേഴ്സ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് മാത്രം കൊടുക്കും. ഇറ്റ് ഗ്രാൻഡ് ലോൺ ടു ദ സെൻട്രൽ ബാങ്ക് ഓഫ് എ കൺട്രി. അതായത് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്താ? RBI. അതുപോലെ ഓരോ രാജ്യത്തെ സെൻട്രൽ ബാങ്കിനാണ് ഇവർ ലോൺ കൊടുക്കുന്നത്. എല്ലാവർക്കും അറിയാം IMF എന്താ ചെയ്യുന്നത്? അത് അതിന്റെ മെമ്പർ രാജ്യങ്ങൾക്ക് ലോൺ കൊടുക്കും, അല്ലെ? നമ്മൾ മെമ്പർ ആണെങ്കിൽ നമുക്ക് ലോൺ തരും. നമ്മൾ മെമ്പർ ആണ്. സോ നമ്മളൊരു ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിലേക്ക് ലോൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തരും. അടുത്ത 7ാമത്തെ ചോദ്യം, അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989 ഇൻ വിച്ച് സെക്ഷൻ ദർ ഇസ് എ പ്രൊവിഷൻ ഫോർ ദ അറേഞ്ച്മെന്റ് ഓഫ് സ്പെഷ്യൽ കോർട്ട്? നമുക്കറിയാം ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഉണ്ട്, 1989 നിലവിൽ വന്നതാണ്. അതിനകത്ത് ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ കോർട്ട് കൊടുക്കുന്നത്? സാധാരണ നമ്മൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനകത്തും എന്തുണ്ട്? സ്പെഷ്യൽ കോർട്ട് ഉണ്ട്. എന്തിനു വേണ്ടിയിട്ടാ? ജനറൽ കേസുകളുടെ ഇടയിൽ ഇത് മുങ്ങിപ്പോകാതെ പെട്ടെന്ന് തീർപ്പാക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർക്കും സ്പെഷ്യൽ കോർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം സ്പെഷ്യൽ കോർട്ട് വേണമെന്ന് പറയുന്നത് ഏത് ആർട്ടിക്കിൾസ് വഴിയാണ് എന്നുള്ളതാണ്, ഏത് സെക്ഷൻസിനകത്താണ്? ആൻസർ ഓപ്ഷൻ A 14 ആണ് കേട്ടോ. 14 പ്രകാരം അണ്ടർ ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ഓഫ് 1989 സെക്ഷൻ 14 മാൻഡേറ്റ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്പെഷ്യൽ കോർട്ട്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, സ്പീഡി ട്രയലിന് വേണ്ടിയിട്ടാണ്. അപ്പം ഏകദേശം ഒരു 2 മാസത്തിനകമാണ് കേസ് ഫയൽ ചെയ്താൽ അത് തീർപ്പാക്കാനുള്ള സമയം കൊടുത്തിരിക്കുന്നത്. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദ്യം, വെൻ വേർ ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇൻകോർപ്പറേറ്റഡ് ആവുന്നത്? 42ാം ഭരണഘടനാ ഭേദഗതി 1976 പ്രകാരം. ഓപ്ഷൻ C ആണ്. ബേസ്ഡ് ഓൺ ദി സ്വരൺ സിംഗ് കമ്മിറ്റി റെക്കമെൻഡേഷൻ, അല്ലെ? അതായത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏതാണ്? ആർട്ടിക്കിൾ 51A പാർട്ട് 4A ആഡ് ചെയ്തത്. ആദ്യം 10 ഡ്യൂട്ടീസ് ആയിരുന്നു, ഇപ്പൊ 11 ഡ്യൂട്ടീസ് ഉണ്ട്. അത് 42ാം ഭരണഘടനാ ഭേദഗതി 1976 സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. സ്ഥിരം ചോദ്യം. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെന്റ് ഡിറൈവ് പവർ ഫ്രം? സ്ഥിരം ചോദ്യം, എളുപ്പം അറിയാവുന്നതാണ്. സ്റ്റേറ്റും സെൻട്രൽ ഗവൺമെന്റും അവർക്ക് പവർ ഡിറൈവ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് എവിടെ നിന്നാ? പ്രസിഡന്റ് ആണോ പവർ കൊടുക്കുന്നത്? പ്രൈം മിനിസ്റ്റർ ആണോ? പാർലമെന്റ് ആണോ? ആരുമല്ല, കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടെ ഫൈനൽ പവർ അതോറിറ്റി. 10 പ്രഷർ ഗ്രൂപ്പ് എന്താണെന്നാണ് ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് മേ ബി കൺസിഡർഡ് ആസ് എ പ്രഷർ ഗ്രൂപ്പ്? താഴെ തന്നിരിക്കുന്നതിനകത്ത് പ്രഷർ ഗ്രൂപ്പ് ഏതാ? ലോക്സഭ, മെമ്പേഴ്സ് ഓഫ് ലോക്സഭ, മെമ്പേഴ്സ് ഓഫ് പഞ്ചായത്ത്, മെമ്പേഴ്സ് ഓഫ് ക്യാബിനറ്റ്, മെമ്പേഴ്സ് ഓഫ് ട്രേഡ് യൂണിയൻ. പ്രഷർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രഷർ കൊടുക്കാൻ പറ്റുന്ന ഗ്രൂപ്പ് എന്നാ, അങ്ങനെ ആലോചിക്കാം. പ്രഷർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വേണമെങ്കിൽ ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രഷർ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്നത്. ഈ കൂട്ടത്തിൽ പ്രഷർ ഗ്രൂപ്പ് ഈ സമരമൊക്കെ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ കൂട്ടത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആരായിരിക്കും? ഓപ്ഷൻ ഡി, മെമ്പേഴ്സ് ഓഫ് എ ട്രേഡ് യൂണിയൻ. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ. പ്രഷർ ഗ്രൂപ്പിനകത്ത് വരുന്ന ആരാണ്? ട്രേഡ് യൂണിയൻ മെമ്പേഴ്സ് ആണ് പ്രഷർ ഗ്രൂപ്പ്.
10 ചോദ്യങ്ങൾ ഈസി ചോദ്യങ്ങൾ. ഇത് പ്രീവിയസ് ചോദ്യമാണ്. ഇതിനകത്ത് 1-2 PSCയും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. കുറേയൊക്കെ ക്ലാസ്സുകൾ നമ്മൾ തീർത്തോണ്ടിരിക്കുകയാണ്. തീർന്ന ക്ലാസ്സുകൾ കണ്ട് നോട്ട്സ് ഒക്കെ വായിച്ചെടുക്കാൻ സമയമെടുക്കും. സോ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.